ഹലോ. വേറെ വിവാദം സൃഷ്ടിച്ച കാര്യമാണ് അമ്മയിലെ കൂട്ടരാജി. അതിനുശേഷം ഇതുവരെയും അമ്മയ്ക്ക് ഒരു തലവൻ ഉണ്ടായിട്ടില്ല. തലപ്പത്തിരുന്ന ലാലേട്ടൻ ഒരു കാരണവശാലും ഇനി ആ സ്ഥാനം സ്വീകരിക്കില്ല എന്ന് അത്യധികം വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ പുതിയ ഇലക്ഷൻ നടക്കുന്നു. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ അൻസിബ പറഞ്ഞിരുന്നു ഏത് സ്ത്രീകൾക്ക് വേണമെങ്കിലും തലപ്പത്തേക്ക് മത്സരിക്കാം, ഒരു പ്രശ്നവുമില്ലെന്ന്. അങ്ങനെ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ കൊടുത്തിട്ടുണ്ട്, രവീന്ദ്രൻ കൊടുത്തിരുന്നു, അത് പിന്മാറി. ഈ സാഹചര്യത്തിൽ ഉണ്ടായ വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണ വിധേയരായതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവർ അമ്മ സംഘടനയ്ക്കുള്ളിലുണ്ട്. അവർ സ്വമേധയായി രാജിവെച്ചവരുമുണ്ട്. ആ സാഹചര്യത്തിൽ ആരോപണ വിധേയനായ ബാബുരാജ് മത്സരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ശക്തമായ നിയമം. ആരോപണ വിധേയനായ സമയത്ത് വിജയ് ബാബു മാറിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബാബുരാജ് വീണ്ടും മത്സരിക്കുന്നു? അമ്മ എന്ന സംഘടന ഒരുപാട് സിനിമാക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അത്രയും പെർഫെക്റ്റ് ആയ ഒരാൾ തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സിനിമാ മേഖലയിൽ ഏറ്റവും അധികം പ്രശ്നം നടക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ തലപ്പത്ത് സ്ത്രീകൾ എത്തണം എന്നുള്ള വാശിപ്പുറത്താണ് ശ്വേതാ മേനോൻ മത്സരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ജഗദീഷ് പറഞ്ഞു, എന്താണ്, ശ്വേതാ മേനോൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തയ്യാറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആക്ടർ ദിലീപിനെ ഈ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ഇതുപോലൊരു ആരോപണ കുറ്റം വന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജനപ്രിയനായ ഈ നടനെ ആ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ അന്നത്തെ ആൾക്കാർക്ക് കഴിഞ്ഞുവെങ്കിൽ കേവലം ഒരു പ്രവർത്തകന അല്ലെങ്കിൽ സാധാ രീതിയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ, പറയാമല്ലോ ആർക്കായാലും ആരോപണ വിധേയരായവർ മത്സരിക്കണ്ടായെന്ന്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവർ ഒത്തൊരുമയോടെ നിൽക്കുന്ന സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയിൽ ഇങ്ങനൊരു കാര്യം വരുമ്പോഴത്തേക്കും ആരോപണ വിധേയർ ഒരു കാരണവശാലും മത്സരിക്കാൻ നിൽക്കുകയോ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാനോ പാടില്ലാത്തതാണ്. കാരണം അമ്മയിലുണ്ടായ ആദ്യ പ്രശ്നം തന്നെ അത്തരം ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ്. കാര്യം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ രാജി നടന്നത്. അതായത് സ്ത്രീകൾക്കെതിരെ ഉണ്ടായിരുന്ന ചില അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് അമ്മ സംഘടന ആദ്യമായിട്ട് പിരിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തലപ്പത്തിരിക്കാൻ ലാലേട്ടൻ വരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചെറിയൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് വീണ്ടും ഒരു കുറച്ച് കാലം പോവുകയും ഇനി പുതിയൊരു ഇലക്ഷൻ ഇവിടെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ജഗദീഷ് ചേട്ടനൊക്കെ അത്യാവശ്യം നല്ല നേതൃപാഠമുള്ള വ്യക്തിയാണ്, ജയൻ ചേട്ടൻ നല്ല നേതൃപാഠമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ശ്വേതാ മേനോനും വളരെ കാലമായി അമ്മ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മിടുക്കുള്ളവരുമാണ്. മാത്രമല്ല അൻസിബയും സരയും അനന്യൊക്കെ വളരെ കാലങ്ങളായി അമ്മയുടെ എല്ലാ സംഘടനകളിലെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ അമ്മയുടെ തലപ്പത്ത് ഒരു വനിത ആദ്യമായി വരണമെങ്കിൽ വരട്ടെ, അതിൽ യാതൊരുവിധ പരാതിയുമില്ല. അവരുടെ പ്രവർത്തനം വളരെ നല്ലതായ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രം മതി. ഒരു കാരണവശാലും ആരോപണ വിധേയരായ ആരും അവിടെ മത്സരിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് സംബന്ധമായിട്ട് മല്ലിക സുകുമാരൻ പറഞ്ഞു, ആരോപണ വിധേയരായവർ മത്സരിക്കുന്നത് ശരിയല്ല. അതുപോലെ ഇപ്പോൾ ശ്രീലത നമ്പൂതിരി പറഞ്ഞതാണ്, ആരോപണ വിധേയനായതിൻ്റെ പേരിലല്ലേ ദിലീപിനെ സംഘടനയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിരിക്കുക. അപ്പോൾ പിന്നെ ആരോപണ വിധേയരായവർ അതിനകത്ത് കയറി മത്സരിക്കുന്നത് എങ്ങനെയാണ്? ആരോപണ വിധേയരായി എന്ന പേരും പറഞ്ഞിട്ടല്ലേ സിദ്ദിഖ് അതിൽ നിന്ന് രാജിവെച്ചിറങ്ങിയത്. അപ്പോൾ സിദ്ദിഖ് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങിയില്ലല്ലോ. പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം വന്നവരാരും ഇതിൽ വേണ്ട, വേറെ പുതിയ ആൾക്കാർ തലപ്പത്ത് വരട്ടെ എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഒരു സംഘടനയാണ്, ആ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ചെയ്യുന്ന സംഘടനയാണ്. ആ സംഘടനയിൽ ആരോപണ വിധേയരാരും വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വെറുമൊരു നിസ്സാരമായൊരു പ്രശ്നം പറഞ്ഞ് പുറത്തുപോയ ദിലീപേട്ടനെ തിരിച്ചു കൊണ്ടുവരും നിങ്ങൾ, അതും ചെയ്യണം. എത്ര കാലമായി ദിലീപേട്ടൻ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്? എത്രയോ നല്ല സിനിമകൾ ചെയ്ത് അമ്മ എന്ന സംഘടനയ്ക്ക് എത്രയോ നല്ല പ്രവർത്തനങ്ങളും ചെയ്ത വ്യക്തിയാണ് ദിലീപേട്ടൻ. ദിലീപേട്ടൻ തിരിച്ചു വരണമെന്ന് പറയുന്നില്ലല്ലോ, നിങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ദിലീപേട്ടനെ തിരിച്ചു കൊണ്ടുവരികയാണ് നിങ്ങൾ വേണ്ടത്, അത് ചെയ്തില്ലല്ലോ. എന്തായാലും പുതിയ സംഘടന വരട്ടെ, സംഘടന വന്നതിന് ശേഷം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ഒരിക്കലും ഒരാൾക്കും ഒരു ആണിനോ പെണ്ണിനോ ഒന്നും ഒരു തൊഴിൽ മേഖലയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകണമെന്ന് നമ്മൾ അഭിപ്രായപ്പെടില്ല. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആവശ്യവുമില്ല. എന്തായാലും സംഘടനയിൽ ഇലക്ഷൻ നടക്കട്ടെ, നല്ലൊരു നേതാക്കൾ വരട്ടെ, നേതൃപാഠവുമുള്ളവർ തന്നെ വരട്ടെ. നല്ല രീതിയിൽ അമ്മ എന്ന സംഘടന പഴയതുപോലെ തുടർന്നു പോട്ടെ. അമ്മ എന്ന സംഘടന നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. കാര്യം വർഷത്തിൽ ആ അമ്മ എന്ന സംഘടനയുടെ മീറ്റിങ്ങിൻ്റെ വീഡിയോ കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കും. നമ്മളെല്ലാ താരങ്ങളും വന്നിറങ്ങി. ഇത്തവണ നമ്മളെ മമ്മൂക്കയും മിസ് ചെയ്തിരുന്നു. എല്ലാ താരങ്ങളും വന്നിറങ്ങി, ലാലേട്ടൻ, മമ്മൂക്കയും തുടങ്ങി സുരേഷ് ഗോപിയും തുടങ്ങിയ എല്ലാ താരങ്ങളും അവിടെ വരാൻ, അവരെ കാണാൻ നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്നതാണ്. അത് നമ്മളൊരു കുടുംബസംഗമം പോലെ, നമ്മളെ വീട്ടിൽ നടക്കുന്ന ഒരു കുടുംബസംഗമം പോലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് അമ്മയുടെ കുടുംബയോഗം എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു അമ്മ എന്ന പേര് നിർദ്ദേശിച്ചത് സ്വർഗീയനായ മുരളി എന്ന് പറയുന്ന നടനാണെന്നും അതിനു വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ആദ്യമേ തുടങ്ങിയത് സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും മനയമ്പല രാജു എല്ലാവരും കൂടി ചേർന്നാണെന്നൊക്കെ അവർ വിവരം പങ്കുവച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സംഘടനയുടെ തുടക്കത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവരാരും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല. കാര്യം അത് അന്ന് ഇത്രയും വലിയ മാധ്യമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അവരുടേതായ രീതിയിൽ മറ്റൊരു സംഘടന പ്രവർത്തിക്കുന്ന കണ്ടപ്പോൾ സന്തോഷപൂർവ്വം മലയാളത്തിലൊരു സംഘടന തുടങ്ങുകയും സംഘടന വിജയകരമായി പോവുകയും ചെയ്തു ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ. അപ്പോൾ എന്തായാലും തലപ്പത്ത് വനിതകൾ വരട്ടെ, നല്ല നേതാക്കൾ വരട്ടെ, നേതൃപാഠവും വരട്ടെ, എല്ലാവിധ പഴയതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തുടർന്നു പോട്ടെ. ആരോപണ വിധേയരവർ മാറി നിൽക്കുക എന്നുള്ളത് ചെറിയൊരു അവരുടെ ഒരു കടമ മാത്രമാണ്. ആരോപണ വിധേയരവർ മാറി നിൽക്കുക എന്നുള്ളത്, അല്ലാതെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്തു പോകാനൊന്നും ആരും പറയില്ല. എന്തായാലും നല്ല രീതിയിൽ അമ്മ എന്ന സംഘടന പുനർസംഘടിപ്പിച്ച് വരട്ടെ. ഒരുപാട് ഇഷ്ടമാണ് അമ്മയുടെ നേതാക്കളെ, അതിൽ പ്രത്യേകിച്ച് അൻസിബയും സരയുനെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാര്യം വളരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇത്രയും നല്ലൊരു സംഘടനയുടെ കാര്യങ്ങളെല്ലാം നിന്ന് കൊണ്ടുപോകാൻ വളരെ മിടുക്കിയാണ് അൻസിബ. അതുപോലെ എല്ലാവരും തന്നെ നല്ല നല്ല തലപ്പത്ത് എത്തട്ടെ. എല്ലാവിധ സന്തോഷങ്ങളോടുകൂടി അമ്മ എന്ന സംഘടന വീണ്ടും മുന്നോട്ട് പോട്ടെ. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. എല്ലാം തിരുത്തപ്പെട്ട് മുന്നോട്ട് പോട്ടെ.